ഹലോ ഓൾ, വെൽക്കം ടു ദ നെക്സ്റ്റ് വീഡിയോ റിവ്യൂ ഓഫ് ദ മൂവി റീൽ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പേട്രിയറ്റിനെ കുറിച്ചാണ്. അപ്പോൾ പേട്രിയറ്റ് ഒബ്വിയസ്ലി ബിഗംസ് ആഫ്റ്റർ 18 years ആണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ. പിന്നെ പ്രൊമോ നോക്കിക്കഴിഞ്ഞാൽ അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. അതായത് ഒന്ന്, അവർ ട്രെയിലറിൽ ഏതാണ്ട് ഫുൾ സ്റ്റോറി ഒരു എൻഡ് ടു എൻഡ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഏതാണ്ട് പ്രെപ്പ് ചെയ്യുന്ന പോലെയാണ് ഇതാണ് ഈ സിനിമ ഓഫർ ചെയ്യുന്നത്, ഇതാണ് ഇതിൻ്റെ കഥ, ഏതാണ്ട് എങ്ങനെയായിരിക്കും പോകുന്നതിൻ്റെ ക്ലൈമാക്സ് ഉൾപ്പെടെ എനിക്ക് തോന്നുന്നു ഏതാണ്ട് കവർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അതിനകത്ത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഏത് പ്രൊമോ ഇൻ്റർവ്യൂ നോക്കിക്കഴിഞ്ഞാൽ ഈവൻ അതിൻ്റെ ഷോർട്സ് കണ്ടാൽ പോലും എവറി 5 minutes ആരെങ്കിലും എന്ന് പറയും ഇതൊരു സൂപ്പർ സ്റ്റാർ ഫിലിം അല്ല, നിങ്ങൾ അങ്ങനത്തെ മൊമെന്റ്സ് ഒന്നും എക്സ്പെക്ട് ചെയ്യേണ്ട, ഇതിൽ ഞങ്ങളൊരു കഥ എഴുതി കുറേ കഥാപാത്രങ്ങളുണ്ട്, ആ കഥാപാത്രങ്ങൾക്ക് ഈ സ്റ്റാർസ് ഒക്കെ ഫിറ്റായി അങ്ങനെ അലൈനായിട്ട് വന്നു, അത് വെച്ചിട്ടാണ് ഞങ്ങളിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ആംഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ പേട്രിയറ്റ് ഇസ് ആക്ച്വലി എ വെരി വെൽ മെയ്ഡ് ഫിലിം. കാരണം ഇതിനൊരു ഡീസൻറ്റ് സ്റ്റോറി ലൈൻ ഉണ്ട്, നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ട്, പിന്നെ അത് നല്ല രീതിയിലാണ് എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ മെയിൻ പ്ലോട്ടിലോട്ട് അവർ ആദ്യമേ കടന്നിരിക്കുകയാണ്. എന്നിട്ട് ഒരു സൈഡ് കിക്കോ അൺനെസസറി ഡീവിയേഷനോ ഒന്നുമില്ലാതെ അങ്ങനെ ഒരു രീതിയിൽ നല്ല രീതിയിലാണ് അറ്റം വരെ പോയിരിക്കുന്നത്. പ്രത്യേകിച്ച് അങ്ങനെ ലാഗോ നമ്മളെ എൻഗേജിങ് ആയിട്ടാണ് ഫുള്ള് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇംപ്രസീവ് ആയിട്ടുള്ള ഒരുപാട് ആക്ഷൻ സീക്വൻസസ് ഉണ്ട് ആൻഡ് ഇനഫ് ത്രിൽസ് ഉണ്ട്. മൊത്തത്തിൽ നല്ല രീതിയിൽ നമ്മളെ പിടിച്ചിരുത്തത്തക്ക രീതിയിലുള്ളത് എലിമെന്റ്സ് ആ സ്റ്റോറിക്കകത്ത് ഉണ്ട്. ഇതിൽ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറഞ്ഞാൽ മെയിൻലി ആ മോഹൻലാലിൻ്റെ ഇൻട്രോയ്ക്ക് വേണ്ടി ഒരു ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നുണ്ട്, അത് വളരെ രസമായിട്ട് തോന്നി. പിന്നെ സെക്കൻഡ്ലി ഇവരെ രണ്ടുപേരും കൂടെ ഫസ്റ്റ് കാണിക്കുന്ന സീനുണ്ട് മമ്മൂട്ടി മോഹൻലാലിനെ, അതിനുവേണ്ടി ഒരു ബിൽഡപ്പും അതിനുശേഷം ഒരു ചെറിയ സെറ്റ് ഓഫ് സീക്വൻസസ് ഉണ്ട് വിത്ത് ഫഹദ് ഫാസിൽ നെറേറ്റിംഗ് ഇറ്റ്. കാരണം അത് കുറച്ച് ബാക്ക് ആൻഡ് ഫോർത്ത് പോകുന്നുണ്ട്. ആ മൊമെൻറ്റ് നൽകുന്ന ഒരു എലിവേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി എൻ്റെ ഫേവറേറ്റ് ആയിരിക്കും ആ സിനിമയിലുള്ളത്. പിന്നെ ഇതല്ലാതെ തന്നെ മറ്റേ ലൊക്കൽസ് നല്ല ഇമ്പ്രസീവാണ്. ഈ സിനിമയ്ക്ക് മൊത്തത്തിലെ ടെക്നിക്കൽ സൈഡ് വളരെ നല്ലതാണ്. പിന്നെ സുഷിൻ്റെ സ്കോറുണ്ട്, അത് നല്ല രീതിയിലാണ് വന്നിരിക്കുന്നത്. കാരണം അത് നല്ല രീതിയിൽ ഈ സിനിമയായിട്ട് ജെല്ല് ചെയ്തിട്ടുണ്ട്, നല്ലപോലെ അത് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ചെറിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം പ്രൊമോ കൊടുത്തിട്ടുണ്ടെങ്കിലും 2 സൂപ്പർ സ്റ്റാർസ് ഉണ്ട്, അതുപോലത്തെ കുറച്ച് മൊമെൻറ്റ്സ് നമ്മൾ എക്സ്പെക്ട് ചെയ്യും ആ സിനിമയിൽ എന്താണെങ്കിലും. അല്ലാതെ തന്നെ ഈ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്യാൻ പറ്റിയിരുന്ന കുറച്ചുകൂടെ ഒരു ഹൈസ് ഉണ്ടായിരുന്നു. ഐ തിങ്ക് ദർ വാസ് സ്കോപ്പ് ഇൻ ദ സ്ക്രിപ്റ്റ് ടു ഡൂ ദാറ്റ്. പക്ഷെ എന്തുകൊണ്ടോ ഡയറക്ടർ ഡിസൈഡഡ് നോട്ട് ടു ഡു ഇറ്റ്. പ്രോബ്ലി പുള്ളിക്ക് ഈ രീതിയിലായിരിക്കും എടുക്കേണ്ടിയിരുന്നത്. പിന്നെ എൻ്റെ തീം എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി നോട്ട് ദ ഫ്രഷസ്റ്റ് തീം. കാരണം ഈ തീം ട്രെയിലർ കണ്ടവർക്കറിയാം എൻ്റെ തീം എന്താണെന്ന്. ആ തീമിലുള്ള പല കഥകളും വന്നിട്ടുള്ളതാണ്. കാരണം ആ കോർ പ്ലോട്ട് എന്താണെന്നുള്ളത്. അപ്പോൾ അത് വലിയൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എന്നാലും ആ ഒരു പോയിന്റൂടെ നമ്മൾ എന്തായാലും ഒബ്വിയസ്ലി വി മൈറ്റ് നോട്ട്. അപ്പോൾ ഇനി ബിഗ് ഗംസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മമ്മൂട്ടി വളരെ നല്ല രീതിയിലാണ് ഈ ഫിലിം ഹി ഹസ് ഡൺ ഇറ്റ് എക്സലൻ്റ്ലി വെൽ, ക്യാരിഡ് ദ ഫിലിം ഓൺ ഹിസ് ഓൺ. ആൻഡ് ഓൾസോ ആ എഫേർട്ട് ഫോർ ദ ആക്ഷൻ സീക്വൻസസ്. കാരണം മെയിൻലി നമുക്ക് എല്ലാവർക്കും അറിയാം ഹി വെന്റ് ത്രൂ ദ ഫേസ് ഓഫ് ദ ഇൽനെസ് വെൽ ഹി വാസ് ഡൂയിങ് ദിസ് ഫിലിം. അങ്ങനെ നോക്കുമ്പം ഹി ഹസ് ഡൺ ദാറ്റ് ക്വൈറ്റ് വെൽ. ആൻഡ് ഒബ്വിയസ്ലി മോഹൻലാൽ ഹി പ്രൂവ്സ് വൈ ഹി ഈസ് ദ ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ ആൻഡ് വൺ ഓഫ് ദ മോസ്റ്റ് എഫേർട്ട്ലെസ് പെർഫോമർ വി ഹവ് എവർ സീൻ. ബാക്കി ക്യാരക്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ ഫഹദ് ഫാസിലുണ്ട്. അപ്പോൾ ഫഹദ് ഫാസിൽ നല്ല കിടലായിട്ട് ചെയ്തിട്ടുണ്ട്. ഐ ക്യാൻ ആക്ച്വലി റീകളക്ട് കപ്പിൾ ഓഫ് സീൻസ് ഇൻക്ലൂഡിങ് വൺ ഇൻ ദ ക്ലൈമാക്സ് വെർ ഈസ് എക്സലൻറ്റ്. കുഞ്ചാക്കോ ബോബന നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്, ബട്ട് ഇറ്റ്സ് നോട്ട് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ഓർ ദ ചലഞ്ചിങ് റോൾ ഇൻ എനി വേസ്. പിന്നെ അതിൽ സപ്പോർട്ട് കാസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ രാജീവ് മേനോനാണ് സ്പെഷ്യലി പറയേണ്ടത്. യെസ്, ഗ്രേറ്റ് ചോയ്സ് ആസ് JPS. പുള്ളി വന്ന് നല്ല കിടലായിട്ട് ചെയ്തു പോയിട്ടുണ്ട്. ദെൻ ദ അതർ സപ്പോർട്ടിംഗ് കാസ്റ്റ് രേവതി, ഷെറിൻ ഷിയാബ്, ബാക്കിയുള്ളവരെല്ലാവരും ദേ ഹവ് ഡൺ ദെയർ പാർട്സ് റിയലി വെൽ. അപ്പോൾ മൊത്തത്തിൽ പേട്രിയറ്റ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഇറ്റ് ഇസ് നോട്ട് എ ഫിലിം ദാറ്റ് ഇസ് ഗോയിങ് ടു സാറ്റിസ്ഫൈ ഓൾ ദ ഫാൻസ് ആൻഡ് എവറി വൺ അറൗണ്ട്, ബട്ട് ഇറ്റ് ഈസ് എ വെരി വെൽ മെയ്ഡ് ഫിലിം ദാറ്റ് അലൈൻസ് വിത്ത് ദ ഡയറക്ടേഴ്സ് വിഷൻ. ആൻഡ് പുള്ളി എന്താണോ ഉദ്ദേശിച്ചത്, പുള്ളി എന്താണോ പ്ലാൻ ചെയ്തത്, അത് നല്ല രീതിയിൽ സ്ക്രീനിൽ വന്നിട്ടുണ്ടെന്ന് തന്നെ പറയണം. അപ്പം ടിൽ വി മീറ്റ് വിത്ത് ദ നെക്സ്റ്റ് റിവ്യൂ. Thank you. Bye-bye.